ഹായ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ കുറച്ച് ഹാംലെറ്റ് ആവോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് മപ്പാസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് ഫിഷ് മോളി അഥവാ മീൻ മപ്പാസ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ മീനിനെ ഒന്ന് രണ്ടായിട്ട് മുറിക്കുകയാണ്. കാരണം അത് ഫുള്ളായിട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരു മീനൊന്നും ഒരാൾക്ക് തിന്നാൻ പറ്റിയ സാഹചര്യമില്ല. എന്നിട്ട് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ്. കാരണം വരയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മസാല, ഉപ്പും പുളിയൊക്കെ പിടിക്കാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകുമ്പോൾ ഞാനൊരു ശകലം വിനാഗിരി ഒഴിച്ച് ഒരു 2 മിനിറ്റ് വെള്ളത്തിൽ മുക്കിയിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കഴുകി വാരിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, വെള്ളത്തിൻ്റെ ആ കളറെല്ലാം മാറിയുണ്ടോ. നമ്മൾ ആ വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്തുള്ള ആ ചോരമയവും അതുപോലെ ഉളുമ്പും ഒക്കെ ഒന്ന് ഇളകും. അതുപോലെ ഇതിൻ്റെ വേറൊരു ഗുണം കൊണ്ടുണ്ട്. നമ്മൾ ഈ ദശയിലോട്ടൊക്കെ ഒരു ശകലം പുളിപ്പ്, ആ വിനാഗിരിയുടെ ഒരു പുളിപ്പ് ഒന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിനെ ഇനി വെള്ളം കളഞ്ഞ് നന്നായിട്ടൊന്നുകൂടെ ഒലച്ച് കഴുകി വാരിയെടുക്കാം. നമ്മുടെ മീൻ കഴുകി നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചാൽ മതി. എന്നിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടുന്ന സവാള, ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, ഇത്രയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ മീനിനെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട, നമുക്കിത് ഒരുപാട് ഫ്രൈ ആകണ്ട. ജസ്റ്റ് 2 സൈഡും ഒന്ന് വാടിയാൽ മതി. ബാക്കി നമ്മുടെ കറിക്കകത്ത്, ഗ്രേവിക്കകത്ത് കിടന്നാണ് ഇത് വേവുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനെ മീനിനെ ഓരോന്നിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അധികം സമയമൊന്നും ഇതിട്ട് വേവിക്കണ്ട. പക്ഷേ നമ്മൾ മീൻ വറക്കാനായിട്ട് വെക്കുമ്പോൾ ഒരുപാട് സമയം ഇട്ട് വറക്കണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് 2 സൈഡൊന്ന് വെന്ത് വയ്ക്കാൻ മതി, ചെറുതായിട്ടൊന്ന് വെന്ത് വയ്ക്കാൻ മതി. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇത് ഒത്തിരി അകത്തോട്ട് വെന്തിട്ടില്ല. നമുക്ക് 2 സൈഡൊന്ന് മുരിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ കോരി മാറ്റിയിട്ട് അടുത്ത സെറ്റിലാണ്. അങ്ങനെ നമ്മുടെ മീൻ മൊത്തം നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത ബാക്കി സ്റ്റെപ്പ് 2ലേക്ക് പോവാം. നമ്മുടെ മീൻ മൊത്തം നമ്മൾ വറുത്ത് മാറ്റി. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 തുടങ്ങുകയാണ്. നമ്മുടെ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീൻ വറുത്ത എണ്ണ കളയുന്നില്ല. നമുക്ക് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് ഇതിന് ഉപയോഗിക്കാം. കാരണം എണ്ണയ്ക്ക് നമ്മുടെ മീനിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഒരു ശകലം ഉള്ളി വെക്കുന്ന ജസ്റ്റ് അതൊന്ന് മൂപ്പിക്കാനായിട്ട്. ഇതിനെ നമ്മൾ എണ്ണയ്ക്കകത്ത് അങ്ങനെ വഴറ്റുമല്ല ചെയ്യുന്നത്.
ഞാൻ എല്ലാം കൂടെ അങ്ങ് ഇടുക. കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് അല്ല വഴറ്റിയെടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു അടിയിൽ ശകലം എണ്ണ കിടക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിതെല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ഇത് ലൈറ്റ് കോക്കനട്ട് മിൽക്ക് നമ്മൾ നാട്ടിലാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ അതിനകത്ത് കിടന്നിട്ടാണ് ഇത് വേവേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടതെന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ കാണിച്ചത് 6 പച്ചമുളക്, 4 സവാള അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും, അത്ര സാധനം നമ്മൾ ഇതിനകത്ത് ഇട്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറവാണ്, 1 സ്പൂൺ, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോ മീനുണ്ട് കേട്ടോ. അപ്പം 2 കിലോ മീനിനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ കാണിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ, നമ്മൾ നാട്ടിലാണെങ്കിൽ രണ്ടാം പാലാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ഈ ടിന്നിലെ പാലായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ആണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ച് അതൊന്ന് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്, അതിനും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇടുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കതിനെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മോളിക്കുള്ള ഗ്രേവി എല്ലാം നന്നായിട്ട് വെന്ത്, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനെ എടുത്തിടാം. ഓരോ മീനിനെ നമുക്കിങ്ങനെ പൊടിയാതെ പതിക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിനെ എല്ലാം നമ്മൾ ഗ്രേവിക്കകത്തേക്ക് ഇട്ടു. ഇനി നമ്മളിതിനെ ഇട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിനെ നമുക്ക് ഇന്ന് ചെറുതായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊക്കെ ഇതിനെ ഇതിൻ്റെ അകത്തേക്കൊന്ന് ആക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് കൂടെ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ മീനിലോട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച്, അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ആ മീനിലോട്ടും കൂടെ പിടിച്ച്, എരിവൊക്കെ പിടിച്ചിട്ട് ആ മീനും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുക്കാകാനുണ്ട്. കാരണം നമ്മൾ മുഴുവൻ ഫുള്ള് ഫ്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഗരം മസാല ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മാത്രം എടുത്ത് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഗരം മസാലയൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഞാൻ ഗരം മസാല ഉപയോഗിക്കാറില്ല. അപ്പോൾ അതായത് ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫുൾ ക്രീം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത്. പതിയെ ഇതിനെ ഇങ്ങനെ ഇതുപോലെ എടുത്ത് ചുറ്റിച്ച് ഒക്കെ അതിനെ ഒന്ന് മിക്സാക്കിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വലിപ്പമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇനി നമുക്കൊരു 2 തക്കാളി വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനെ ഒരു 2 മിനിറ്റോടെ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ മീൻ മപ്പാസ് റെഡി. നമ്മുടെ ഫിഷ് മോളിൽ കിടക്കുന്നുണ്ടോ, ഇതിനാണ് ഫിഷ് മോളി എന്ന് പറയുന്നത്. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്.
നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല കിടുക്കൻ സൂപ്പറായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടുക് വറുത്ത് കൊടുക്കാം, താളിച്ച് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ട് നമുക്ക് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ വറുത്ത ചട്ടി തന്നെയാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഞാനങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കടുവറ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഷാലറ്റ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ കൂടിപ്പോന്ന് ഒരു തണ്ട് കറിവേപ്പില കൊടുക്കാം. കറിവേപ്പില ഇല്ലാതെ നമുക്കെന്താവും ഭക്ഷണം. ഒരു 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ചുമ്മാ ഒരു രസത്തിന് അവിടെ കിടക്കട്ടെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പമല്ലേ, ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഈ തിളയ്ക്കുന്നതൊന്നും കുറച്ച് സമയം എടുക്കും കേട്ടോ, അതൊന്നും ഇത്ര കാര്യമാക്കണ്ട. അത് തിളച്ച് വേകുന്നതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. ഇതിൻ്റെ പ്രിപ്പറേഷനാണ് എളുപ്പമെന്ന് ഞാൻ പറഞ്ഞത്. അധികം തൊല്ലയൊന്നുമില്ല, വലിയ കടിച്ചാൽ പൊട്ടാത്ത സംഭവങ്ങളൊന്നുമില്ല. വാവ്, അടിപൊളി. അപ്പം നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഫിഷ് മോളി ഇവിടെ റെഡിയാണ്. 2 പേര് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിപ്പുണ്ട്. അവർ ഇന്നത്തെ ലഞ്ച് ഇടിയപ്പവും ഫിഷ് മോളിയാണ്. അപ്പോൾ തുടങ്ങിക്കോട്ടെ. മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്, ചാറ് നല്ല എരിവുണ്ട്, കറക്റ്റ് സ്പൈസ് അതിന്. ഈ ടൊമാറ്റോയുടെ അഡീഷൻ മീനിൻ്റെ നല്ല കോമ്പിനേഷനാണ്. ഇടിയപ്പാണെങ്കിലും നല്ല സോഫ്റ്റ്, നല്ല തിന്നായിട്ടുള്ള ഇടിയപ്പം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇടിയപ്പം വിത്ത് ഫിഷ് മോളി നന്നായിട്ടുണ്ട്. സംഭവം നല്ലതാണ്. അമ്മമാർക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ല ഇത് കഴിച്ചിട്ട്. ഫിഷ് മോളി എനിക്ക് തോന്നുന്നു അശ്വിന് ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല. എന്നാലും സംഭവം നല്ലതാണ്. നമുക്ക് അല്ലേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. ഇടിയപ്പം അല്ലെങ്കിൽ അപ്പം, പാലപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ പുട്ടിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെടുന്നവർ ഒരു കമൻറ്റ്, ലൈക്ക് ഒക്കെ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ഒരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.